ജോർജ് ഓർവെല്ലിന്റെ ആനിമൽ ഫാം. കേൾക്കുമ്പോൾ ഒരുപക്ഷേ മൃഗങ്ങളുടെ ഒരു സിമ്പിൾ കഥയായി തോന്നാം, അല്ലേ? പക്ഷേ ഈ ലളിതമായ കഥയുടെ ഉള്ളിൽ അധികാരത്തെയും വഞ്ചനയെയും കുറിച്ചുള്ള ശരിക്കും ഞെട്ടിക്കുന്ന ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോ എന്താണ് ആ രഹസ്യം? നമുക്കൊരുമിച്ചതൊന്ന് നോക്കാം. കേട്ടില്ലേ, എല്ലാ മൃഗങ്ങളും തുല്യരാണ്. എന്നാൽ ചില മൃഗങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തുല്യരാണ്. എന്തൊരു വിരോധാഭാസമാണിത്! എല്ലാവർക്കും സമത്വം വേണമെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വിപ്ലവം അതെങ്ങനെയാണ് ഇങ്ങനെയൊരു അവസ്ഥയിൽ അവസാനിച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് തേടുന്നത്. അപ്പോ ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു പവർ എന്താണെന്നറിയാമോ? അത് ഇതിന്റെ ഒരു സിംപ്ലിസിറ്റി തന്നെയാണ്. ശരിക്കും ഒറ്റയടിക്ക് നോക്കിയാല് ഇതൊരു കുട്ടിക്കഥയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ആ ലളിതമായ കഥയുടെ പുറംചട്ടയ്ക്കുള്ളില് ഓർവെൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ലോകത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ചില വലിയ രാഷ്ട്രീയ സത്യങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ അലിഗറി അല്ലെങ്കിൽ രൂപകാലങ്കാരം എന്ന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അതായത്, ഈ കഥയിലെ കഥാപാത്രങ്ങളും സംഭവങ്ങളുമൊക്കെ വെറും സങ്കല്പങ്ങളല്ല. അവ ഓരോന്നും യഥാർത്ഥ ജീവിതത്തിലെ ചില ആശയങ്ങളെയോ ചരിത്ര സംഭവങ്ങളെയോ ആണ് പ്രതിനിധീകരിക്കുന്നത്. ചുരുക്കിപ്പറഞ്ഞാൽ, ആനിമൽ ഫാം മൃഗങ്ങളെക്കുറിച്ചുള്ള ഒരു കഥയെയല്ല, അത് യഥാർത്ഥത്തിൽ റഷ്യൻ വിപ്ലവത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. നമുക്ക് കഥയിലേക്ക് വരാം. കഥ തുടങ്ങുന്നത് മാനർ ഫാം എന്നൊരു സ്ഥലത്താണ്. അവിടെയുള്ള മൃഗങ്ങളൊക്കെ മനുഷ്യരുടെ അടിച്ചമർത്തൽ സഹിച്ചു മടുത്തിരിക്കുകയാണ്. അവർക്കൊരു മാറ്റം വേണം, സ്വാതന്ത്ര്യം വേണം. അങ്ങനെ അവർ ഒരു പുതിയ ലോകം സ്വപ്നം കാണാൻ തുടങ്ങി. അതൊരു വലിയ പ്രതീക്ഷയുടെ തുടക്കമായിരുന്നു. പക്ഷേ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ച് അവർക്കൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. നോക്കൂ, എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ആദ്യം ഓൾഡ് മേജർ എന്ന പന്നി ഒരു സ്വപ്നം മുന്നോട്ട് വയ്ക്കുന്നു. മനുഷ്യരെ തുരത്തണം, സ്വാതന്ത്ര്യം നേടണം. പിന്നെ നെപ്പോളിയന്റെയും സ്നോബോളിന്റെയും നേതൃത്വത്തിൽ അവർ വിജയിക്കുന്നു. പക്ഷേ ആ വിജയം അധികകാലം നീണ്ടുനിന്നില്ല. നെപ്പോളിയൻ അധികാരം പിടിച്ചെടുക്കുന്നു, സ്നോബോളിനെ പുറത്താക്കുന്നു. അതോടെ ആ ഫാം ഒരു ക്രൂരമായ ഏകാധിപത്യത്തിന് കീഴിലായി. നല്ലൊരു സ്വപ്നം കണ്ടു തുടങ്ങിയവർ അവസാനം എത്തിപ്പെട്ടത് ഒരു പേടി സ്വപ്നത്തിലായിരുന്നു. വിപ്ലവം വിജയിച്ചപ്പോൾ അവർ സ്വന്തമായി ചില നിയമങ്ങളുണ്ടാക്കി. അതാണ് ഈ കാണുന്ന 7 കൽപ്പനകൾ. 2 കാലിൽ നടക്കുന്നവരെയൊക്കെ ശത്രുക്കൾ, 4 കാലിൽ നടക്കുന്നവരെല്ലാം സുഹൃത്തുക്കൾ. ഒരു മൃഗവും വസ്ത്രം ധരിക്കരുത്, മദ്യം കുടിക്കരുത്, മറ്റൊന്നിനെ കൊല്ലരുത്. അങ്ങനെ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട നിയമം: എല്ലാ മൃഗങ്ങളും തുല്യരാണ്. ഈ ഒരു ആശയത്തിലായിരുന്നു അവരുടെ പുതിയ ലോകത്തിന്റെ അടിത്തറ. ശരി, അപ്പൊ നമുക്ക് ഈ കഥയുടെ ഉള്ളറകളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം. ആരാണ് ഈ കഥാപാത്രങ്ങൾ? യഥാർത്ഥത്തിൽ അവർ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെയാണ് കളി മാറുന്നത്. ഈ ഓരോ മൃഗത്തിനും പിന്നില് ചരിത്രത്തിലെ ഓരോ യഥാർത്ഥ ആളുകളുണ്ട്. വിപ്ലവത്തിന് ആശയം കൊടുത്ത ഓൾഡ് മേജർ ആരാണെന്നറിയാമോ? സാക്ഷാൽ കാൾ മാർക്സും ലെനിനും. പിന്നെ ക്രൂരനായ ഏകാധിപതിയായി മാറിയ നെപ്പോളിയൻ, അത് ജോസഫ് സ്റ്റാലിൻ തന്നെ. പുറത്താക്കപ്പെട്ട സ്നോബോളോ? ലിയോൺ ട്രോട്സ്കി. ഭരണകൂടത്തിന്റെ നാവായി മാറിയ സ്ക്വീലർ സോവിയറ്റ് മാധ്യമങ്ങളെയും, വിശ്വസ്തനായ ബോക്സർ എന്ന കുതിര ചൂഷണം ചെയ്യപ്പെട്ട തൊഴിലാളി വർഗത്തെയും പ്രതിനിധീകരിക്കുന്നു. കണ്ടില്ലേ, ഓരോന്നും എത്ര കൃത്യമായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെപ്പോളിയനും സ്നോബോളും തമ്മിലുള്ള ആ ഒരു പോര്, അത് ശരിക്കും സ്റ്റാലിനും ട്രോട്സ്കിയും തമ്മിലുള്ള അധികാര വടംവലി തന്നെയാണ്. നോക്കൂ, നെപ്പോളിയൻ അല്ലെങ്കിൽ സ്റ്റാലിൻ എപ്പോഴും ക്രൂരനും പ്രായോഗികവാദിയുമായിരുന്നു. ഭയം ഉപയോഗിച്ച് ഭരിക്കാനായിരുന്നു അയാൾക്കിഷ്ടം. പക്ഷെ സ്നോബോൾ അഥവാ ട്രോട്സ്കി അങ്ങനെയല്ല. അയാൾക്ക് ആശയങ്ങളിലായിരുന്നു വിശ്വാസം. ജനങ്ങളെ പഠിപ്പിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. പക്ഷെ അവസാനം എന്ത് സംഭവിച്ചു? ചരിത്രത്തിലെ പോലെ തന്നെ ഇവിടെയും ക്രൂരത വിജയിച്ചു. ഈ കഥയിലെ ഏറ്റവും ട്രാജിക്കായ ഒരു കഥാപാത്രമാണ് ബോക്സർ എന്ന കുതിര. അവന്റെ 2 മുദ്രാവാക്യങ്ങൾ നോക്കൂ: ഞാൻ കൂടുതൽ കഠിനാധ്വാനം ചെയ്യും, നെപ്പോളിയൻ എപ്പോഴും ശരിയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നില്ലേ? ഇത് വെറും വാക്കുകളല്ല, അന്ധമായ വിധേയത്വത്തിന്റെ പ്രതീകമാണ്. തങ്ങളെ തന്നെ ചൂഷണം ചെയ്യുന്ന ഭരണകൂടത്തിനു വേണ്ടി എല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരൻ. എത്ര വേദനിപ്പിക്കുന്നൊരു സത്യമാണിത്, അല്ലേ? അപ്പോ ആനിമൽ ഫാം വെറും സോവിയറ്റ് യൂണിയന്റെ കഥയാണോ? അല്ലേ അല്ല. അത് നമുക്കെല്ലാവർക്കുമുള്ള, എല്ലാ കാലത്തേക്കുമുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ്. ഈ നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ്: അധികാരം ആരെയും ചീത്തയാക്കും, പ്രത്യേകിച്ച് ഒരു നിയന്ത്രണവുമില്ലാത്ത അധികാരം. ഓർത്തുനോക്കൂ, സമത്വത്തിനു വേണ്ടി വിപ്ലവം നയിച്ച അതേ പന്നികളാണ് അധികാരം കയ്യിൽ കിട്ടിയപ്പോ അവരെ അടിച്ചമർത്തിയിരുന്ന മനുഷ്യരെക്കാൾ ക്രൂരന്മാരായി മാറിയത്.
പിന്നെ ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രൊപ്പഗാൻഡയാണ്, അഥവാ പ്രചാരണം. സ്ക്വീലർ എന്ന പന്നിയുടെ ജോലി തന്നെ അതായിരുന്നു. നുണകൾ സത്യമാക്കി മാറ്റുക, നടന്ന സംഭവങ്ങളെ തിരുത്തിയെഴുതുക, ആളുകളുടെ ചിന്തകളെ നിയന്ത്രിക്കുക. അങ്ങനെയാണ് അവൻ പന്നികളുടെ ഭരണം ഉറപ്പിച്ചു നിർത്തിയത്. ഇനി ആ വിപ്ലവത്തിന് എന്ന് സംഭവിച്ചു എന്നറിയാൻ ഈ ഒരൊറ്റ മാറ്റം ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ആദ്യത്തെ നിയമം എന്തായിരുന്നു? എല്ലാ മൃഗങ്ങളും തുല്യരാണ്. എന്നാൽ അവസാനം ആ നിയമം എന്തായി മാറി? എല്ലാ മൃഗങ്ങളും തുല്യരാണ്, പക്ഷേ ചില മൃഗങ്ങൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തുല്യരാണ്. കണ്ടോ, ആ വിപ്ലവത്തിന്റെ ആത്മാവിനെ തന്നെ ഒറ്റിക്കൊടുത്ത നിമിഷമായിരുന്നു അത്. പക്ഷേ ഒരു ചോദ്യമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുൻപെഴുതിയ ഈ പുസ്തകത്തിന് ഇന്ന് വല്ല പ്രസക്തിയുമുണ്ടോ? ഉത്തരം തീർച്ചയായും ഉണ്ട് എന്നതാണ്. കാരണം ഓർവെല്ലിന്റെ മുന്നറിയിപ്പുകൾ നമ്മുടെ ഇന്നത്തെ ലോകത്തോട് നേരിട്ട് സംസാരിക്കുന്നവയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സത്യത്തെയും മാധ്യമങ്ങളെയും വളച്ചൊടിക്കുന്നത് നമ്മൾ ഇന്നും കാണുന്നില്ലേ? സ്വന്തം നേട്ടങ്ങൾക്കായി രാഷ്ട്രീയ ആശയങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത്, മുദ്രാവാക്യങ്ങളും ഭയവും ഉപയോഗിച്ച് ജനങ്ങളെ ഭരിക്കുന്നത്. ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. നെപ്പോളിയനും സ്ക്വീലറും അന്ന് ഫാമിൽ ചെയ്ത അതേ തന്ത്രങ്ങൾ പല രൂപത്തിൽ ഇന്നും ലോകത്ത് നടക്കുന്നുണ്ട്. ഇതിനെതിരെ എപ്പോഴും ഒരു കണ്ണുണ്ടാവണമെന്നാണ് ഓർവെൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ അവസാനം ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ആ അവസാനത്തെ വരികൾ കേൾക്കുമ്പോൾ ഒരു തരിപ്പ് വരും. പുറത്തുനിന്ന് നോക്കുന്ന മറ്റു ജീവികൾക്ക് അകത്തിരിക്കുന്ന പന്നിയെയും മനുഷ്യനെയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അത്രയ്ക്കും ഒരുപോലെയായിരിക്കുന്നു അവർ. അതായത് ആരെയാണോ അവർ തുരത്താൻ ശ്രമിച്ചത്, അവസാനം അവരതുതന്നെയായി മാറി. ഇതിലും വലിയൊരു പരാജയം ആ വിപ്ലവത്തിന് വരാനില്ല. അപ്പോ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഒരു ചോദ്യം. ഒരു വിപ്ലവം പരാജയപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം ആരാണ്? അതിനെ ഒറ്റിക്കൊടുത്ത നേതാക്കളാണോ? അതോ ആ വഞ്ചനയ്ക്ക് നിശബ്ദമായി കൂട്ടുനിന്ന അനുയായികളാണോ? ഇതൊരെളുപ്പമുള്ള ചോദ്യമല്ല. കാരണം ഇത് വെറും അധികാരത്തെക്കുറിച്ചുള്ളതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള ചോദ്യം കൂടിയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ.